ഹായ്, അമീറുൽ ഇസ്ലാമിൻ്റെ വധശിക്ഷ ശരിവെച്ചിരിക്കുകയാണ്. ഇതിനെപ്പറ്റി ഒരുപാട് പേര് എടുത്തു വെച്ച് പറയുന്നുണ്ട്. നമുക്ക് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. ഇഷ്ടമാതിരി ആളുകൾ വിവിധ തരത്തിലുള്ള എക്സ്പ്ലനേഷനാണ് കൊടുക്കുന്ന അമീറുൽ ഇസ്ലാം നിരപരാധി ആണ് എന്നുള്ളത്. ആക്ച്വലി ഈ രണ്ട് വിഭാഗം, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നാലും, ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടത് ഒരു പ്രതിയായിരുന്നു. ഇവരെ കാര്യം പറഞ്ഞും ഇവരെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള അടുത്ത ഒരാൾ അത് അധികാരത്തിലേക്ക് വന്നത്. അപ്പം അവർക്ക് ഇവരെ വെച്ച് വേണം മുന്നോട്ട് പോകാൻ. അപ്പം പെട്ടെന്ന് തന്നെ ബുഖ്റ ഒരാളെ കണ്ടെത്തുന്നു, അയാളുടെ തലയിൽ ഇത് കെട്ടിയേൽപ്പിച്ചു വയ്ക്കുന്നു. ബുഖ്റയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇസ്ലാം ആണെങ്കിൽ എളുപ്പമായി, പിന്നെ അവരെ തലയിലോട്ട് ഈ സാധനം അങ്ങ് കെട്ടി വെച്ച് കൊടുത്താൽ മതിയല്ലോ, ഈസിയസ്റ്റ് വേ. നമ്മൾ അതിഥി തൊഴിലാളികൾ ഇവിടെ വന്ന് ഒരുപാട് മോശക്കേടുകൾ കാണിക്കുന്നുണ്ട്, ഒരുപാട് രീതിയിൽ മോശപ്പെട്ട പ്രവർത്തികളിൽ ഏർപ്പെടുന്ന ഒരു വിഭാഗം തന്നെയാണ് അവർ, തർക്കമില്ല. കള്ളുകുടിയും കഞ്ചാവും ഇതൊക്കെ ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. ഏത് പാലത്തിൻ്റെ അടിയിലും കാണും യവന്മാർ. അതേപോലെ തന്നെ നമ്മളുടെ ഇപ്പം പൊതുവിൽ ആരും ചെയ്യുന്നില്ലെങ്കിൽ ഇവരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, കൈവാക്കിന് ഇവരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് നശിപ്പിച്ച് കൊല്ലുന്ന ഒരു പരിപാടി ഇവർക്ക് ഉണ്ട് തന്നെയാണ്, തർക്കമില്ല. പക്ഷേ നമുക്ക് ചുറ്റും അതല്ലാതെ കുറച്ച് മനുഷ്യരുണ്ട്, തീരെ സാധുക്കളായ, ഇതിലൊന്നും ഇൻട്രസ്റ്റ് അല്ലാതെ കുടുംബം നോക്കാൻ വേണ്ടി മാത്രം വന്ന് നിൽക്കുന്ന തൊഴിലാളികൾ. അവരുടെ ജീവൻ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു രീതിയിലുള്ളൊരു കൺസിഡറേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം വേണമെങ്കിൽ ഇയാളെ പറയാം. ഒരു തെളിവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രതിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രതി അങ്ങോട്ട് കണ്ടെത്തുകയാണ്. ഈ പാവപ്പെട്ട ചെറുക്കനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടാൽ തോന്നും, സത്യം എനിക്ക് അങ്ങനെ തോന്നുന്നു, അവൻ കള്ളനാണെന്നോ അല്ലെങ്കിൽ അവർ കൊലപാതകയാണെന്നോ അവൻ്റെ ഫേസ് കണ്ടാൽ തോന്നാറില്ല, അതിൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടാലും തോന്നാറില്ല. എന്തൊന്നും വലിയ കാര്യമൊക്കെ ചെയ്തിട്ട് നിൽക്കുന്ന കണക്കാ പുള്ളി വിചാരിച്ചിരിക്കുന്നത്. പുള്ളിക്ക് ഇതിൻ്റെ സീരിയസ്നെസ് അറിയില്ലെന്ന് തോന്നുന്നു. തൂക്കിലേറ്റപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾക്കൊരു അപമാനകരമായ ഒരു സംഗതിയാണ്. കാരണം അതൊരു നിരപരാധിയാണ് എന്ന് ഒരുപാട് തെളിവുകൾ സംസാരിക്കുന്നുണ്ട്. തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു കാര്യം തീരുമാനിക്കുന്നതെങ്കിൽ ഈ പറയുന്ന അമീറുൽ ഇസ്ലാം അയാൾ ചെയ്തു എന്ന് പറയുന്ന കുറ്റകൃത്യത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന തെളിവുകളായി അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്ത ഒരു സാധനം പോലും പുള്ളിക്കുമായി മാച്ചപ്പ് ചെയ്യുന്നില്ല. DNA സാമ്പിൾ എന്തോ ഒരെണ്ണം മാത്രമാണ് എടുത്തു പറയാൻ പറ്റുന്നത്. പക്ഷെ ആ ഒരൊറ്റ കാരണം കൊണ്ട് വധശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ ഒരുപക്ഷെ ജിഷ എന്ന് പറയുന്ന പെൺകുട്ടി അനുഭവിച്ച പീഡനങ്ങളുടെ വ്യാപ്തി അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ വേണം. പക്ഷേ യഥാർത്ഥ പ്രതികൾ ചുറ്റി നടക്കുമ്പോൾ, പ്രതികൾ എന്ന് തന്നെ പറയണം, ഒരാളല്ല അത് ചെയ്തതെന്ന് വ്യക്തമാണ്. പ്രതികൾ ചുറ്റി നടക്കുമ്പോൾ നിരപരാധിയായ ഒരു വ്യക്തി അങ്ങനെ മരണപ്പെടേണ്ട കാര്യമെന്ത്? ഒന്ന്, ഈ അമീറുൽ ഇസ്ലാമിന് ഈ പെൺകുട്ടിയുമായിട്ട് യാതൊരു രീതിയിലുള്ള പകയോ ദേഷ്യമോ അല്ലെങ്കിൽ ഇവളെ കൊന്നുകളയണം എന്നുള്ള രീതിയിലുള്ള ഒരു സാധനവും ഉണ്ടായിരുന്നില്ല. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പെൺകുട്ടിയെ റേപ്പാണ് ഉദ്ദേശമെങ്കിൽ റേപ്പ് കഴിഞ്ഞ് പോവുകയുള്ളൂ. ഈ രീതിയിൽ അതിഭീകരമായി അടിച്ചും കടിച്ചും റോഡ് കുത്തിക്കയറ്റിയും ഒക്കെ കൊന്നുകളയുമോ? ഇല്ല. ഈ റോഡ് കുത്തിക്കയറ്റുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് അവിടെ ഇരുന്നൊരു റോഡിൻ്റെ ഒരു വശം അടിച്ച് ചതച്ചതുപോലെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അത് വെച്ചാണ് ഇവരിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്തതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഈ എങ്ങാനും ഒരു പ്രൊക്കോഷനൊക്കെ ചെയ്തിട്ടുണ്ടാവും, എങ്ങാനും സെമൻ്റെ ഒരു സിംറ്റംസ് വരാതിരിക്കാൻ റോഡ് കുത്തിക്കയറ്റുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാകും, അതിൽ കൂടെ ഈ ഒരു ഇതില്ലാതാവുക. ബന്ധബുദ്ധികളായിരിക്കും, എന്തായാലും അങ്ങനെ ഒരു രീതിയായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പിന്നെ ശരീരത്ത് കടിച്ച പാടുകൾ കണ്ടു എന്ന് പറഞ്ഞു. ഈ കുട്ടിയെ അത്രയും ഭീകരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കടിച്ച പാടിൽ വിടവുള്ള പല്ലുകളാണ് കണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ സ്വയരക്ഷാർത്ഥം ഇത് തിരിച്ചെന്തെങ്കിലും ചെയ്തപ്പോൾ ആ പിടി വിടിവിക്കാനോ മറ്റോ ആയിരിക്കാം ആ കടിച്ച പാടുകൾ കണ്ടെത്തിയിട്ടുണ്ടാവുക, കടിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഈ വിടവുള്ള പല്ലുകൾ അമീർ ഇസ്ലാമിൻ്റെതല്ല. അയാൾക്ക് അങ്ങനെ ഒരു വിടവില്ല, പല്ലിന് വിടവുകളില്ല. മുൻവശത്തെ 2 പല്ലുകൾ നല്ല വിടവുള്ള പല്ലുകളാണെന്നാണ് പറയുന്നത്. ഇനി ഇതേപോലെ ഒരു ചെരുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലൊക്കെ ക്ലാസ് കോമഡി വേറൊന്നും നടന്നിട്ടുണ്ട്. അതായത് ഈ ഒരു വിഷയം നടന്നതിന് ശേഷം പോലീസുകാരുടെ ഒരു ഉത്സാഹം, ഇത് പെട്ടെന്ന് തന്നെ ഇതങ്ങോട്ട് ശരിയാക്കി എടുക്കുക എന്നുള്ള ആ ഉത്സാഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഒരു ഡീറ്റെയിൽ പറയാം. ആദ്യം തന്നെ ഇതൊരു മരണമായിട്ടാണ് രജിസ്റ്റർ ആയത്. കൊലപാതകമായി രജിസ്റ്റർ ആകുന്ന 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അതായത് പൊതുമാധ്യമങ്ങളൊക്കെ ഇടപെട്ടു, ഭീകരമായി ഇതിന് ഭയങ്കര ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നു, എല്ലാവരും ഇതെടുത്ത് വെച്ച് ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് മാത്രം ഇത് കൊലപാതകമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നു 2 ദിവസങ്ങൾക്ക് ശേഷം. 4-ാം ദിവസമാണ് ഈ ചെരുപ്പ് തന്നെ കണ്ടെത്തുന്നത്. അതുവരെ ആ ചെരുപ്പ് അവിടെ കിടന്നു കിട്ടും, അല്ല അത് ആരും കൊണ്ട് ഇട്ടതല്ല. അതും 9 ഇഞ്ച് ചെരുപ്പാണ് പുള്ളിക്കാരൻ കണ്ടെത്തിയിരിക്കുന്നത്, ബഹ്റ. ഈ 9 ഇഞ്ച് ചെരുപ്പിൻ്റെ അളവ് നോക്കുമ്പം ഈ പറയുന്ന പ്രസ്തുത നമ്മളെ പ്രതിയുമായിട്ട് വെച്ച് മാച്ചപ്പ് ചെയ്യുമ്പം അയാളുടെ സൈസ് വ്യത്യാസമാണ്. പക്ഷേ ഇതൊക്കെ അവിടെ എക്സ്പ്ലനേഷൻ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൈസ് വ്യത്യാസമുള്ള ഒരു ചെരുപ്പും ഇട്ടുകൊണ്ടുപോയി അയാൾ പിടിക്കപ്പെടാതിരിക്കാൻ അയാൾ വളരെ ക്ലെവറായി ചെയ്ത ഒരു കാര്യം എന്നാണ് അവിടുത്തെ വാദഗതി. അങ്ങനെ ഒരു പൂർവ്വ വൈരാഗ്യം വെച്ച് പെങ്കൊച്ചിനെ കൊല്ലാനും മാത്രമുള്ള ഒരു വൈരാഗ്യം അയാൾക്കില്ല എന്നുള്ളത് വസ്തുത.
നമുക്ക് കാണുമ്പോൾ അറിയാം അയാൾക്ക് അറിയില്ല. അവരുടെ കുടുംബക്കാർക്കോ വീട്ടുകാർക്കോ ആർക്കും തന്നെ ഇവനെ പരിചയവുമില്ല. പിന്നെ ഒരു കോളവയിൽ ഓടി വരുന്നുണ്ട് പുള്ളി. ആദ്യം ഇവിടുത്തെ ജോലി കഴിഞ്ഞ്, അതായത് ഈ പെൺകുട്ടി മരിക്കുന്ന സമയത്തിൻ്റെ ഒരു കാര്യമാണ്. 4 മണിക്കാണ് ഈ കുട്ടി മരിക്കുന്നത്. 6 മണിക്ക് കുട്ടി മരിക്കുന്നു. 4 മണിക്ക് ഇയാൾ ടിക്കറ്റ് എടുത്തുന്നു. ഇയാൾ പോയിരിക്കുന്ന ആ ഒരു ബസ് പോയ സമയവും ഇതൊക്കെ കൃത്യമായിട്ട് കുറേയധികം വിവരണം നടത്തുന്നുണ്ട് ആൾക്കാർ. പക്ഷെ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാച്ചപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കാം. എന്നാൽ പോലും അതേ ദിവസം പുള്ളി അങ്ങോട്ട് പോവുകയാണെങ്കിൽ തിരിച്ചറിവോടുകൂടി പോവുകയാണ്. എല്ലാവരും കൊല ചെയ്തിട്ട് പോവുകയാണ്. പോലീസാണ് എന്നെ വിളിക്കുന്നത്. വരണ്ട എന്ന് വയ്ക്കാമല്ലോ, വരാതിരിക്കാമല്ലോ. പക്ഷെ പുള്ളി വന്നു, സറണ്ടറായി, അവിടെ കൊടുക്കേണ്ടത് കൊടുത്തു, പറഞ്ഞിട്ട് ഇയാളെ വീണ്ടും വിടുകയാണ്. വീണ്ടും വിട്ട് ഇയാൾ തമിഴ്നാട്ടിലേക്ക് വീണ്ടും ജോലിക്ക് പോകുന്നു. ഇവിടുത്തെ ജോലി ഇല്ലാത്തതുകൊണ്ട് തമിഴ്നാട്ടിൽ ജോലിക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് പോലീസ് വിളിക്കുന്നുണ്ട്. ഞാൻ എവിടെയുണ്ടെന്ന് കൃത്യമായി പുള്ളി മാപ്പ് അയച്ചു കൊടുക്കുന്നു. അതനുസരിച്ച് പോലീസ് അവിടെ പോയി പുള്ളിയെ പിടിക്കുന്നു. എന്നിട്ട് പോലീസ് പറഞ്ഞു വെച്ചിരിക്കുന്നു, ഒളിച്ച് നടന്ന ഇയാളെ ഞങ്ങൾ ഓടിച്ചിട്ട് പിടിച്ചു. ഒളിച്ച് ഇയാൾക്ക് തമിഴ്നാടേ പറ്റുള്ളൂ, വേറെ എവിടെയും പറ്റത്തില്ലേ. ഏതായാലും സറണ്ടറാണ്, പിടിച്ചതല്ല. അയാൾ സമ്മതിച്ച്, അയാൾ അറിഞ്ഞ് അയാളെ വന്ന് കൂട്ടിയിട്ട് പോയതാണ്. ഇതിൻ്റെ ഉപരി വേറൊരു കാര്യം നടന്നിട്ടുണ്ട്. ഈ മർഡർ നടന്ന് ഇത്രയും സമയത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം നടത്തി ഇതിനെ ദഹിപ്പിക്കുകയാണ് ചെയ്തത്. ഒന്നാമത്തെ കാര്യം, ഈ പോസ്റ്റ്മോർട്ടം നടന്നത് ആഡിയോയുടെ ഒരു പ്രസൻസ് ഇല്ലാതെയാണ്. പ്രത്യേകിച്ച് സീനിയർ ഡോക്ടേഴ്സ് ആരുമല്ല അത് ചെയ്തത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ജൂനിയേഴ്സും അല്ല, അവിടുത്തെ മെഡിക്കൽ സ്റ്റുഡൻസ് ആണ് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ വീഡിയോ എടുക്കണമെന്നുണ്ട്, വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഏതാണ് അങ്ങനെയെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു എവിഡൻസ് റീകളക്ട് ചെയ്യണമെങ്കിൽ ഇനി ഒരു ഏജൻസി ഇത് അന്വേഷിച്ചാൽ തന്നെ അവർക്കിത് റീകളക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഈ ബോഡിയെ കത്തിച്ചങ്ങ് കളഞ്ഞു. അതും ഒരു രാത്രി കൂടെ വെച്ച് പിറ്റേന്ന് കാലത്തേക്ക് ചെയ്യേണ്ട കാര്യം രാത്രി തന്നെ ചെയ്തു. പ്രത്യേകിച്ച് നഗരസഭയിലെ ഈ പറയുന്ന ശ്മശാനത്തിൽ ഒരു നിയമമുണ്ട്. സന്ധ്യയ്ക്ക് ശേഷം അവിടെ ശവം കത്തിക്കാൻ പാടില്ല. ആ നിയമത്തിനെ മറികടന്ന്, അതായത് ഒരു അലിഖിത നിയമമാണ്, അതിനെ മറികടന്ന് അവിടെ ഉള്ളവരെല്ലാം, പ്രത്യേകിച്ച് പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് പ്രസിഡന്റ്, എല്ലാവരും ചറവറ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു. കുട്ടിയുടെ ചേച്ചിയും ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു. പെട്ടെന്ന് തന്നെ കത്തിച്ചങ്ങ് തീർത്തേറിയത്. ആർക്കായിരുന്നു ഈ വെപ്രാളം? ആർക്കാണ് ഇത് എത്രയും പെട്ടെന്ന് കത്തിച്ച് കളയണമെന്ന് തോന്നിയ? പ്രത്യേകിച്ച് ഒരു മർഡർ, അതും ബലാത്സംഗം നടത്തി കൊന്നുകളഞ്ഞ ഒരു ക്രൂരമായ കൊലപാതകം. അതിനകത്ത് എത്രയും പെട്ടെന്ന് ഈ ബോഡി നശിപ്പിച്ച് കളയണമെന്ന് ആർക്കായിരുന്നു ഉത്സാഹം? അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത് പ്രീ പ്ലാനഡ് ആയ ഒരു വലിയ കൊലപാതകമാണ്. പെൺകുട്ടി നിയമ വിദ്യാർത്ഥിയാണ്. നിയമ പഠനം കഴിഞ്ഞിറങ്ങിയാൽ അവളുടെ അസ്തിത്വത്തിനെ ചോദ്യം ചെയ്യുകയും അതിൽ കൂടെ എന്തെങ്കിലും ഫണ്ട് കൊടുക്കേണ്ടി വരികയും എന്ന ഭയമുള്ളവരാണ് അവളെ ഇത് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി അവൾ ആരെ ഭയക്കുന്നുണ്ടെന്ന് അവൾ അച്ഛൻ പറഞ്ഞു. അവൾ അച്ഛനെ മൊഴിയെടുക്കാൻ വിളിക്കുന്ന സമയത്താണ് പുള്ളിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത്, നടു റോട്ടിൽ ചത്ത് കിടക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നോ അത് കൃത്യമായി ഇതുവരെ അന്വേഷിക്കുകയോ അതിനെപ്പറ്റി ഒരു വിവരമോ ഇല്ല. ആക്സിഡന്റിലാണ് പുള്ളി മരണപ്പെട്ടിട്ടുള്ളത്. ആകെ മൊത്തം ദുരൂഹത നിറഞ്ഞ ഒരു വിഷയം. ഇതിൽ ഈ അമീറുൽ ഇസ്ലാമിനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമ്പോൾ അയാളെ തൂക്കിക്കൊന്നു കളയുമ്പോൾ പ്രശ്നം സോൾവ്, അതായത് എല്ലാം കൊണ്ട് തീർന്നു എന്നാണ്. പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലൊരു ആളുണ്ടല്ലോ, ശിക്ഷ വിധിച്ചു, പ്രതി മരിച്ചു, പ്രതിയെ കൊന്നു, എല്ലാം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിനെതിരെ തീർച്ചയായിട്ടും ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ആളൂർ പോകുന്നുണ്ടെന്നാണ് കേട്ടത്. എനിക്ക് വിശ്വാസമില്ല. ഒന്നാമത്തെ കാര്യം, പൈസ കൊടുത്താൽ എന്ത് ലെവലിൽ മാറാൻ ഉദ്ദേശലക്ഷ്യമുള്ള ഒരു വക്കീലാണിത് ഹാൻഡിൽ ചെയ്യുന്നത്. ബാക്കി എല്ലാ കേസിലും ടാലൻറ്റോടുകൂടി പ്രസൻറ്റ് ചെയ്യുന്ന പുള്ളിക്ക് ഇതിനകത്ത് എന്തുകൊണ്ട് പറ്റിയില്ല എന്നുള്ളതൊരു ചോദ്യമാണ്. കൃത്യമായ ആൾ അതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഏത് വക്കീലായിരുന്നാലും ശരി തന്നെ കൃത്യമായി ഇത് പറയേണ്ട കാര്യം പറഞ്ഞിട്ടില്ല. ഈ തെളിവുകളൊക്കെ തന്നെ ഫേക്കാണെന്നും ഇതൊന്നും തന്നെ അമീറുൽ ഇസ്ലാമിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ അയാളുടെ ഘടനയുമായി യോജിച്ചു പോകുന്നതല്ല എന്നും വാദിക്കാൻ ഇതുള്ള ആപ്റ്റായ ഒരു വക്കീലില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി സുപ്രീം കോടതിയിലേക്ക് പോകുന്നുണ്ട്. ചിലപ്പോൾ ഇത് ശരിവെക്കുകയും ആവാം. അങ്ങനെ ശരി വെച്ചാലും ശരി, ഇനി അതല്ല വേറെ ഏതെങ്കിലും പണിഷ്മെൻറ്റ് കൊടുത്താലും ശരി, നിരപരാധിയായ ഒരു വ്യക്തിയാണ് അയാളെന്നാണ് എല്ലാവരുടെയും ഭാഷ്യം. എനിക്കും അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തിനീ മകൾക്ക് ഇങ്ങനെയൊരു ദാരുണ അന്ത്യം എന്നത് അറിയില്ല. ആദ്യമെല്ലാം അമ്മ കൃത്യമായി പറഞ്ഞു അമീറല്ല വേറെയാണ് എന്ന് പറഞ്ഞിരുന്ന തള്ളക്കിപ്പം കിളി പോയി നടക്കുകയാണ്. കുറേ അധികം പേയ്മെൻറ്റ് ഇതിൻ്റെ പേരിൽ കിട്ടി, ഒരു വീട് കിട്ടി. അവർക്ക് അന്നതൊരു പൊളിറ്റിക്കൽ അജണ്ടയായിരുന്നു. ഇപ്പോഴത്തെ ഭരണകർത്താക്കൾക്ക്, അന്നുണ്ടായിരുന്ന പ്രതിപക്ഷക്കാർക്ക് ഇതെങ്ങനെയും ഒന്ന് ഒഴിവാക്കണമെന്നാണ്. രണ്ട് കൂട്ടരിൽ ആർക്ക് എന്ത് പ്രശ്നം വന്നാലും പരസ്പരം ഒരു കോംപ്രമൈസ് ടോണിലാണ് രണ്ട് കൂട്ടരും പോവുക. ഇവൻ്റെ കൊല അവനെ ഒളിപ്പിക്കുക, അവൻ്റെ കൊല ഇവൻ ഒളിപ്പിക്കുക എന്നൊരു ടേമാണ് സാധാരണ കണ്ടുവരുന്നത്.
സോ ഇതിനകത്ത് എനിക്ക് അവരെ ആരെയും വിശ്വാസമില്ല എന്നുള്ളത് വസ്തുത. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയുക. പിന്നെ 16-ാം തീയതി മരിച്ച കൊച്ചിൻ്റെ കൊലപാതകമായിട്ട് രജിസ്റ്റർ ചെയ്തത് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ കളക്ഷൻ, അതായത് ഈ ആളെ കണ്ടെത്തുക എന്നുള്ള ഒരു വലിയ ഉദ്യമത്തിൽ ഈ തെളിവുകളൊക്കെ ശേഖരിക്കുന്നത് 4 ദിവസം കഴിഞ്ഞിട്ടാണ്. 4 ദിവസം കഴിഞ്ഞ് ചപ്പല് കിട്ടി എന്ന് പറയുന്നു. അതിൻ്റെ കൂടെ ഒരു കാര്യം, മഞ്ഞ ഷർട്ട് ഇട്ടുകൊണ്ട് മഞ്ഞ ഉടുപ്പും ഇട്ടുകൊണ്ട് ഒരാൾ ഓടിപ്പോകുന്നത് കണ്ടെന്ന് അവിടെ കുളിക്കാൻ വന്ന പെണ്ണുങ്ങൾ പറഞ്ഞു. അതിനെപ്പറ്റി അന്വേഷണം നടത്തിയിട്ടില്ല. ഭയങ്കര ഒച്ചയും ബഹളവും കരച്ചിലും ഒക്കെ കേട്ടിരുന്നു. ഈ അമ്മയും മോളും എപ്പോഴും ബഹളം വെക്കുന്നത് കൊണ്ട്, സംസാരിക്കുന്നുണ്ട്, വഴക്കൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് ആരും മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കാതെ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ മുമ്പ് ഉള്ള ഒരാളെ പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. അതിനെപ്പറ്റി അത് നമ്മളൊന്നും പറയാമെന്നില്ല. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പറയാൻ പോയാൽ വേറെ കേസുകളിലേക്ക് പോകും. ആരിലേക്കോ ഒരാളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഈ അമ്മ കുറേ കാലം അവരുടെ വീട്ടിൽ ജോലിക്കാരിയായിരുന്നു, അവിടെ നിന്ന് ഈ കുഞ്ഞിനെ ഗർഭം ധരിച്ചുവെന്നും അയാളാണ് അതിൻ്റെ ഓണറെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥയെന്ന് നമുക്കറിയാത്തത് കൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷെ ആർക്കോ നല്ല വൈരാഗ്യം ഈ കുട്ടിയോടുണ്ടായിരുന്നു. ഒരു സ്റ്റുഡൻ്റായ ഒരു പെൺകുട്ടിയോട് ഇത്രയധികം വൈരാഗ്യം വരേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ലേയും താനും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അതിൻ്റെ അമ്മ ജോലിക്ക് വരുന്ന വീട്ടിലുള്ള ആൾക്കാരുടെ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണെന്ന് പറയാം. ഇനി നമ്മൾ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഒരു ഇസ്ലാം മത വിശ്വാസിയാണ് പുള്ളിക്കാരൻ. ഇതേപോലെ ഒരവസ്ഥയിൽ നിരപരാധി അല്ലാത്ത ഒരാളെ വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർന്ന് ഐക്യമുന്നണിയോടുകൂടി പൈസയൊക്കെ ഫണ്ടൊക്കെ റേസ് ചെയ്ത് ഇത്രയും വലിയ ഒരുപാട് കോടിക്കണക്കിന് രൂപയൊക്കെ കൊടുത്തിട്ട് ഒരുത്തിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതേപോലെ ഒരു ഘട്ടം ഈ മനുഷ്യനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ യുണൈറ്റഡ് ആകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി യൂണിറ്റി കാണിക്കുന്ന ഇവർക്കൊക്കെ ഈ ഒരു വിഷയത്തിൽ എന്താണ് ഇഗ്നോറൻസ് എന്ന് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ അയാൾ അതിഥി തൊഴിലാളി ആയതുകൊണ്ടായിരിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും നിരപരാധിയാണ് എന്നുള്ളത് സ്പഷ്ടമാണ്. ഒന്നുകൂടെ അന്വേഷിക്കട്ടെ. അതിലും കൊലപാതകിയാണ് എന്ന് തെളിയുകയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് ഈ നടക്കാൻ പോകുന്നത്. കാരണം ആ കുട്ടിയെ ഇത്രയും ഭീകരമായി കൊല ചെയ്തതും ആ കൊല ചെയ്യപ്പെട്ട കുട്ടിക്ക് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ആരാണോ കൊടുത്തത്, അപ്പോൾ ഗൈഡ് ലൈൻ കൊടുത്തതാണെങ്കിലും അല്ലെങ്കിൽ അത് നേരിട്ട് ചെയ്തതാണെങ്കിൽ പോലും അവർ സുഖമായി പുറത്തിങ്ങനെ നടക്കുമ്പോൾ നിരപരാധിയായ ഒരു മനുഷ്യൻ അവർക്ക് വേണ്ടി ബലി കൊടുക്കപ്പെടുകയും അത് നമ്മൾക്കൊക്കെ മനസ്സിലായിട്ട് നമ്മളാരും പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്നത് പോലെ ഒരു ക്രൈം വേറെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. വളരെ വേദനയോട് പറയട്ടെ, നിരപരാധിയായ ആണ് അയാൾ എങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്കൊക്കെ തലകുനിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഇൻ ഫ്യൂച്ചറിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. നട്ടലുള്ള ഗട്ട്സുള്ള ഒരാളെങ്കിലും അതിനെതിരെ സംസാരിച്ചെങ്കിലും എന്നൊരാഗ്രഹമുണ്ട്. പിന്നെ പോലീസുകാരെല്ലാം തന്നെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ വളരെ മോശമായ ഒരു ബിഹേവിയറാണ് പോലീസിൽ നിന്ന് വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ കുട്ടീനെ ചുട്ട് കളഞ്ഞു. കുഴിച്ചിടാവുന്നതുള്ളേ ഉള്ളൂ, അത് ചെയ്യുന്നതിന് പകരം ചുട്ട് തീയതിച്ചങ്ങ് കളഞ്ഞല്ലേ. ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാം, നമുക്ക് കോടതിയെ കുറ്റം പറയാനാവത്തില്ല. അവിടെ തെളിവുകൾക്കാണ് പ്രാമുഖ്യം കൊടുക്കുക. അപ്പോൾ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവിടെ നിന്നൊരു വിധി വരിക. അങ്ങനെ വന്നൊരു വിധി നമുക്കൊക്കെ ഷോക്കിംഗ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു പെൺകുട്ടി 6 വയസ്സുള്ളൊരു കുട്ടീനെ കൊന്നു കളഞ്ഞിരുന്നു, റേപ്പ് ചെയ്തിട്ട്. ആ കുട്ടിയെ അങ്ങനെ നിരന്തരം മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയും അതിൽ എന്തോ ഒരു ഇതിൽ വന്നാലും ആ കുട്ടിയെ കൊന്നുകളയുകയും ചെയ്യുകയും താൻ ഏതുവഴി രക്ഷപ്പെട്ടു എന്ന് വരെ കൃത്യമായി പോലീസിന് ഇൻഫർമേഷൻ കൊടുത്ത് കുറ്റസമ്മതം നടത്തിയ പ്രതിയാണ് കോടതിയിൽ നിന്ന് വെറുതെ വിട്ടത്. കുറ്റസമ്മതം പോലീസ് സ്റ്റേഷനിൽ നടത്തിയാലും കോടതിയിൽ ചെല്ലുമ്പോൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ വെറുതെ വിടും. പക്ഷേ അവിടെയും തെളിവുകളുടെ അഭാവമായിരുന്നു. കാരണം ഫോറൻസിക് കൃത്യമായ തെളിവുകൾ ശേഖരിച്ചില്ല. ഇനി അഥവാ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ സാധനം കൃത്യമായി സബ്മിറ്റ് ചെയ്തില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് നിരുപാധികം ഒരു പോക്സോ പ്രതിയെ വിട്ടയക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. തെളിവുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരിടത്തൊരു മർഡർ നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മഞ്ഞ വയറ് കൊണ്ട് കെട്ടിയങ്ങ് വെച്ച് ആളുകൾ അതിനകത്തിട്ട് കയറാൻ പോലും അനുവദിക്കാത്തത്. അത്രയും വിജിലൻ്റായി ഇതിനകത്ത് ഇടപെടലുകൾ നടത്തി തെളിവുകൾ ശേഖരിക്കേണ്ടിയിരുന്നു. ആർട്ടിക്കുലേറ്റ് ചെയ്ത കുറേ തെളിവുകൾ കൊണ്ടുവച്ചിട്ട് ഇതെല്ലാം അമീറിൻ്റെ ആണെന്ന് പറയുമ്പോൾ ഇതിലൊന്നും തന്നെ അമീറിൻ്റെത് ഇല്ല എന്നുള്ളത് വസ്തുത. എന്തോ DNA മാച്ച് എന്ന് പറയുന്നു, അതിനും കൃത്യമായി കുറേ പേർ വിശദീകരണം തരുന്നുണ്ട്. എനിക്കതിനെപ്പറ്റി കൂടുതൽ ഗ്രാഹ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ബാക്കിയുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും ഇത് അമീറിലേക്ക് വിരൽ ചൂണ്ടപ്പെടില്ല. ഒന്നുകൂടെയുണ്ട് ബാലൻസ്. പുള്ളിക്കാരത്തി നല്ല ഹൈറ്റും വെയ്റ്റും ആരോഗ്യ ദൃഢഗാത്രയായ ഒരു പെൺകുട്ടിയാണ്. ഈവനാണെങ്കിൽ ഒരു നശൂല് പോലെ ഞെരുന്ത് പോലെ ഇരിക്കുന്ന ഒരു കൊച്ച്.
അങ്ങനെയുള്ള ഒരുത്തൻ, അതായത് ഇവനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോ കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അതിനകത്തുണ്ട്, കൃത്യമായി പറഞ്ഞാൽ അവൻ അത്രത്തോളമേ ഉള്ളൂ. അവൻ ഇവളെ ഇത്ര മൃഗീയമായി ആക്രമിച്ചു എന്ന് പറയാൻ, അതിന് ഡ്രഗ് കഴിച്ചിട്ടാണെങ്കിൽ പോലും വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇതൊക്കെ വിശ്വസിപ്പിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അവൻ ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണെന്നെങ്കിലും തെളിയിക്കണം. അങ്ങനെയും ഒരു തെളിവ് അവിടെ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആകെ മൊത്തത്തിൽ കളവുകളുടെ ഒരു ഭണ്ഡാരം കൊണ്ട് ഒരു വലിയ കൊലപാതകം ഇവർ വെളുപ്പിച്ചു വൃത്തിയായിട്ട് മറ്റൊരു നിരപരാധിയെ കൊലയ്ക്ക് കൊടുക്കാൻ കാത്തിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇതിന് അപ്പീൽ പോയിട്ടില്ല വെച്ചാൽ വേഗം തന്നെ അവൻ്റെ വധശിക്ഷ നടപ്പിലാക്കുന്ന രീതിയാണ് നടക്കുന്നത്. ലോകരാജ്യങ്ങളിൽ ഒരുപാടിടങ്ങളിൽ ഈ വധശിക്ഷ എടുത്തു കളഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഇല്ല. എന്നാലും അതിൻ്റെ ഒരു ഒരു അനുകരണം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അത് വെച്ചിട്ടായിരിക്കും സുപ്രീം കോടതിയിലേക്ക് ആളൂർ പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആളൂരാണ് പോകുന്നതെങ്കിൽ അയാൾ രക്ഷപ്പെടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം പണം കിട്ടിക്കഴിഞ്ഞാൽ ചാഞ്ചാടി കളിക്കാൻ മിടുക്കനാണ് ആളൂർ. ഇത് ഒരു പ്രസ്റ്റീജ് സാധനമാണെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇതിൽ കൊണ്ട് നേട്ടമുണ്ടെന്നോ ഉള്ള രീതിയിൽ പുള്ളി ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ന്യായം കിട്ടിയേക്കാം. അല്ലാത്ത പക്ഷം പുള്ളി ഇത്രയും പേരെ ഒതുക്കാൻ കഴിയുന്ന ആ കൊലപാതകിക്ക് പുള്ളിയെ ഒതുക്കാൻ നിസ്സാരമല്ലേ. ആരായിരുന്നാലും കർമ്മ വിൽ സ്ലാപ്പ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇന്ന് നിങ്ങൾ സമാധാനത്തോടു സ്വസ്ഥതയോടുകൂടി ഈ മനുഷ്യനെ ജയിലിലേക്ക് ഇട്ടിട്ട് സമാധാനമായി ഇരിക്കുകയാണെങ്കിൽ നാളെ ആ കർമ്മഫലം നിങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന് മാത്രം പറയുന്നു. കുട്ടിയെ ഉണ്ടാക്കുന്നതൊന്നും ഒരു കുഴപ്പമൊന്നുമല്ല. അവൾക്ക് കൊടുക്കേണ്ടത് അർഹതപ്പെട്ടതങ്ങ് കൊടുക്കുക എന്നല്ലേ. കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, മിണ്ടാതിരിക്കുക എന്നല്ല. അവൾ പറയുന്ന കള്ളമാണെന്നോ അല്ലെങ്കിൽ തെളിയിക്കുന്നെങ്കിൽ തെളിയിക്കട്ടെ, കുഞ്ഞ് തന്നെയല്ലേ. അതിപ്പോൾ ആരുടെ ഗർഭപാത്രത്തിലായാലും അതൊക്കെ നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പടുകോട്ട പെട്ടെന്ന് തടിഞ്ഞ് ചേർന്ന് താഴോട്ട് വീണാലും പൊളിറ്റീഷ്യൻസ് ഗ്രേറ്റ്. എനിവേ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഒരു നിരപരാധിയെ കൊല ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമാണോ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി എന്താണ് കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. എനിക്കിത് പറയണമെന്ന് തോന്നി 2-3 ദിവസമായി. പിന്നെയും ഞാനൊരു വിചിന്തനം വേണ്ടി വന്നു. കാരണം കോടതി വിധിയാണ്, അതിനെതിരെ നമ്മൾക്ക് അങ്ങനെ സംസാരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. പക്ഷേ വിമർശനങ്ങൾ നമുക്ക് ഉന്നയിക്കാമെന്നാണ് എനിക്ക് മനസ്സിലായ, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ നിയമോപദേശം. കോടതി വിധിയെ എതിർക്കുകയല്ല ഞാൻ ചെയ്തത്, അതിനെ വിമർശിക്കുകയാണ് ചെയ്തത്, കാര്യകാരണ സഹിതം വെച്ചിട്ട്. അത് ഇല്ലീഗൽ അല്ല എന്നുള്ള തിരിച്ചറിവിലാണ് അത് ചെയ്തിട്ടുള്ളത്. ഭയന്ന് തന്നെയാണ് 2-3 ദിവസം മിണ്ടാതിരുന്നത്. താങ്ക് യു സോ മച്ച്.